നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ കനത്ത തോൽവിയെ തുടർന്ന് ആരായിരിക്കണം ഇടതുപക്ഷത്തിന്റെ പ്രതിപക്ഷ നേതാവായി നിയമസഭയിൽ എത്തേണ്ടത് എന്നുള്ള ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ട് നടക്കുകയായിരുന്നു. എന്നാൽ അതിൽ വലിയ തിടുക്കം കാണിക്കേണ്ടതില്ല. മന്ത്രിസഭാ രൂപീകരണം ആവട്ടെ, അതിനുശേഷം തീരുമാനമെടുക്കാം എന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന 4-ാം ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളുമായി സംസാരിക്കുന്നത്, അതും FB കുറിപ്പിലൂടെ. തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തങ്ങളുടെ തോൽവി അംഗീകരിക്കുന്നു, തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനത്തിന് വോട്ട് ചെയ്ത് ജനത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ FB കുറിപ്പ് വന്നത്. അതിന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 4 ദിവസം അദ്ദേഹം കാത്തിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. എന്നാൽ തമിഴ്നാട്ടിൽ 108 സീറ്റ് മാത്രം നേടി കോൺഗ്രസിൻ്റെയും അതുപോലെ മുസ്ലിം ലീഗിൻ്റെയും മറ്റിതര കക്ഷികളുടെയും എല്ലാം ഒരു പിന്തുണയോടുകൂടി അധികാരത്തിലേറിയ നടൻ വിജയിൻ്റെ മന്ത്രിസഭ, വിജയ് മുഖ്യമന്ത്രിയായി മന്ത്രിസഭ ഇന്നലെ തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. എന്നാൽ തമിഴ്നാട്ടിൽ വിജയ് സത്യപ്രതിജ്ഞയുടെ അടുത്ത ദിവസം തന്നെ പിണറായി വിജയൻ വിജയിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു FB കുറിപ്പിടുകയുണ്ടായി. അപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ തോറ്റത് അംഗീകരിക്കുവാനും ജനങ്ങളോട് നന്ദി പറയുവാനുമായി 4 ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തു എങ്കിൽ, വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ വിജയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ FB കുറിപ്പിട്ട് അത് ഒരു വലിയ സംഭവം തന്നെയാണ്. എന്നാൽ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ 35 സീറ്റിൽ മാത്രം ഇടതുപക്ഷം ഒതുങ്ങിപ്പോയി. അത് ശക്തമായ പിണറായി വിരുദ്ധ വികാരവും ഭരണവിരുദ്ധ വികാരവും നിലനിന്നതിൻ്റെ പേരിൽ തന്നെയാണ് ഇത്രത്തോളം വലിയ തോൽവി ഉണ്ടായത് എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ അവലോകന യോഗങ്ങളിലെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടങ്ങുന്ന ആളുകൾ 14 മണിക്കൂറുകളോളം തുടർച്ചയായാണ് ജനങ്ങളുടെ, അതായത് സഖാക്കന്മാരുടെ അഭിപ്രായങ്ങളും ആരോപണങ്ങളും കേട്ടിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിയും ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ ചില പ്രസ്താവനകളാണ് CPM തോൽപ്പിച്ചത് എന്നാണ് പല സഖാക്കളും എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ശൈലി മാറണം, പിണറായി വിജയൻ തന്നെയാണ് തോൽവിക്ക് പ്രധാന കാരണക്കാരനായത് എന്നായിരുന്നു സഖാക്കന്മാരുടെ പലരുടെയും അഭിപ്രായം. ഇത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാന ഘടകകക്ഷിയായ CPIയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലും ഉണ്ടായിരുന്നത്. CPIയുടെ ജനറൽ സെക്രട്ടറിയായ ബിനോയ് വിശ്വം പിണറായി വിജയന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യം കലർന്ന പെരുമാറ്റ രീതികൾ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ വിനയായിരുന്നു. അത് ശൈലികൾ മാറ്റേണ്ടത് തന്നെയാണ്, തെരഞ്ഞെടുപ്പ് പരാജയം പഠിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടത് തന്നെയാണ് എന്ന് ബിനോയ് വിശ്വവും പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരവും അതുപോലെ തന്നെ PM ശ്രീ പദ്ധതി ഒപ്പിട്ടതുമെല്ലാം സർക്കാർ അനുകൂല നടപടി ആശാവർക്കർമാരോട് കാണിക്കാതിരുന്നതെല്ലാം പരാജയമായിരുന്നു എന്നാണ് ബിനോയ് വിശ്വം ഇപ്പോൾ എടുത്തു പറയുന്നത്. അന്ന് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ രാവും പകലും പൊരിവെയിലത്തും പെരുമഴയത്തുമെല്ലാം സമരം ചെയ്യുമ്പോൾ അന്ന് പിണറായി വിജയൻ കാണിച്ചത് അനീതിയാണ് എന്നത് CPIയുടെ ജനറൽ സെക്രട്ടറിക്ക് അന്ന് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറയാൻ സാധിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് മാറി മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി CPIയുടെ ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം ഇത് പറയുമ്പോൾ എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തന ശൈലി കൊണ്ട്, ധാർഷ്ട്യവും അഹങ്കാരവും കലർന്ന ശൈലി കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് തോൽവി ഉണ്ടായത് എന്നുള്ളത് CPIയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലും കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയുണ്ടായി. ഇത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ജോസ് കെ മാണിയും എല്ലാം പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ അനവസരത്തിലുള്ള ധാർഷ്ട്യവും അഹങ്കാരം കലർന്ന പ്രവൃത്തിയുമെല്ലാം വീട്ടിൽ പോയി പറയൂ, ചെറ്റത്തരം എന്നുള്ള പ്രയോഗങ്ങളെല്ലാം CPMന് വലിയ തോൽവിയുണ്ടായി. ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷനും ഇടതുപക്ഷത്തിന് പ്രതികൂലമായി സംഭവിച്ചു എന്ന് തന്നെയാണ് ജോസ് കെ മാണി എടുത്തു പറഞ്ഞത്. ഇത്രയൊക്കെ ആയിട്ടും ആരായിരിക്കണം പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലുള്ള ചോദ്യം MA ബേബിയോട് ചോദിച്ചപ്പോൾ അത് വഴിയെ തീരുമാനിക്കും. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കൃത്യമായി CPM പഠനം നടത്തും, എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് മനസ്സിലാക്കും. പ്രവർത്തകർക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് ശൈലിയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടാണെങ്കിൽ തീർച്ചയായും അത്തരം നേതാക്കന്മാരെ ശൈലികളെല്ലാം മാറേണ്ടത് തന്നെയാണ്, മാറ്റും എന്നൊക്കെയാണ് MA ബേബി പറഞ്ഞിരുന്നത്. എന്നാൽ പോളിറ്റ് ബ്യൂറോവിന്റെ കഴിഞ്ഞ ദിവസത്തെ യോഗം ചേർന്ന് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില കണക്കുകൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് പോളിറ്റ് ബ്യൂറോയിലേക്ക് കൊടുത്തിരുന്ന കണക്കുകളുടെയും പിരിവുകളുടെയും എല്ലാം കൃത്യമായ വിവരങ്ങൾ പിണറായി വിജയൻ അവതരിപ്പിച്ചപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ടുള്ള ലെവിയാണ്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന ലെവിയാണ് CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കും കേന്ദ്ര നേതാക്കൾക്കുമെല്ലാം അന്നമായി കഞ്ഞി കുടിക്കാനുള്ള കാശായി അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ അവതരിപ്പിച്ച കണക്കുകൾ കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം MA ബേബിയും
ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. CPM-ന്റെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി വരുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും. കാര്യമായ നേതൃമാറ്റം ഉണ്ടാകേണ്ട മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കാണ്, അതൊരു വ്യക്തിക്കല്ല. അതായത് പിണറായി വിജയനെ മുൻനിർത്തിയാണ് പാർട്ടി വോട്ട് ചോദിച്ചെങ്കിലും പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരമോ പിണറായി വിജയന്റെ വ്യക്തിപരമായ ധാർഷ്ട്യം കലർന്ന അഹങ്കാരം കലർന്ന പ്രവൃത്തികളൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായിട്ടില്ല. അതിന്റെ ഉത്തരവാദിത്വം പാർട്ടിക്ക് തന്നെയാണ്. പാർട്ടിയുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ് തോൽവിക്ക് നിദാനം എന്നൊക്കെ MA ബേബി കേട്ടാൽ മനം മടുക്കുന്ന രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അതായത് കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന ലെവി കൊണ്ടാണ് MA ബേബി അടക്കമുള്ള ആളുകൾ കഞ്ഞു കുടിച്ചു പോകുന്നത് എന്നുള്ള കണക്ക് കൃത്യമായി പിണറായി വിജയൻ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി അവരോധിക്കാൻ MA ബേബിയും മറ്റുള്ള സഖാക്കന്മാരും തയ്യാറാവുകയായിരുന്നു. അഥവാ പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃനിരയിൽ നിന്ന് മാറ്റി നിർത്താൻ ഇവർക്കെല്ലാവർക്കും നട്ടലുണ്ടായിരുന്നില്ല. വീണ്ടും പണ്ടത്തെ ചെങ്കരൻ തെങ്ങിന്മേൽ തന്നെ എന്നുള്ള അവസ്ഥയിലേക്ക് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും എന്ന് പറയുന്നത് പോലെ CPM-ൽ പിണറായി വിജയൻ എന്നാൽ CPM എന്നാൽ പിണറായി വിജയൻ അവസ്ഥയിലേക്ക് വീണ്ടും കാര്യങ്ങൾ മാറിയിരിക്കുന്നു. നിയമസഭയിലേക്കുണ്ടായിരിക്കുന്ന കനത്ത തെരഞ്ഞെടുപ്പിലും അതായത് കനത്ത തോൽവിയിലും 35 സീറ്റിലേക്ക് മാത്രം ഒതുങ്ങിയ CPM-ന്റെ പരാജയം പിണറായി വിജയന്റെ പരാജയമല്ല, അത് പാർട്ടിയുടെ കൂട്ടുത്തരവാദിത്തമാണ് എന്ന് MA ബേബി പോലുള്ള ആളുകൾ പറയുമ്പോൾ അത് തീർത്തും ജുഗുപ്സാവഹം തന്നെയായി എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിലെ ആളുകൾ പറയുന്നത്. എന്തായാലും ക്യാബിനറ്റ് റാങ്കാണ് പ്രതിപക്ഷ നേതാവിന്. അത്തരം സുഖ സൗകര്യങ്ങൾ ഒരു കാരണവശാലും വേണ്ട എന്ന് വയ്ക്കാൻ പിണറായി വിജയൻ തയ്യാറല്ല. 41 കാറിന്റെ അകമ്പടിയോടുകൂടി സഞ്ചരിച്ചിരുന്ന ആഡംബര ജീവിതം നയിച്ചിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തേക്ക് വരുമ്പോൾ തീർച്ചയായും ആഡംബര ജീവിതത്തിന് വീണ്ടും ആഡംബര ജീവിതം നയിക്കുവാനുള്ള സാഹചര്യം കളമൊരുങ്ങും. അത്തരം കാര്യങ്ങൾ വിട്ടൊഴിയാൻ പിണറായി വിജയൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ വരും എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ഇനി ഈ കാര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുക.